ഇന്നലെ രാത്രി ഒരു 10-11 ആയപ്പോഴേക്കും ഞങ്ങൾ കണി സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ രാത്രി പടക്കം പൊട്ടിക്കലൊക്കെ കഴിഞ്ഞിട്ട് കണി വെക്കാൻ റെഡിയായേക്കോ കേട്ടോ. അപ്പോൾ ഞാൻ കൃഷ്ണനെ കയ്യിലെടുത്തപ്പോഴേക്കും കുഞ്ഞാവൊന്ന് അനങ്ങിയ പോലും എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ അവിടെ അനക്കൊക്കെ വന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുള്ളേ. അപ്പോൾ കണി വെക്കാൻ സാധനങ്ങളൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുന്നതിടയിൽ ഏട്ടൻ ഫോൺ വിളിച്ചിട്ടോ. അപ്പോൾ ഏട്ടൻ ഓഫീസിൽ നിന്ന് ഇപ്പോൾ റൂമിൽ വന്ന് കയറിയിട്ടേ ഉണ്ടായുള്ളൂ. അങ്ങനെ ഏട്ടനായിട്ട് കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് കഴിഞ്ഞ പോലത്തെ വിഷു നമ്മൾ സൗദിയിലാണ് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കാച്ചിക്കൊണ്ട് അങ്ങനെ അച്ഛനോട് വർത്തമാനം പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ കാച്ചിക്കൊണ്ട് ആദ്യമായിട്ടാണ് എൻ്റെ കൂട്ടത്തിൽ കണി ഒരുക്കാൻ കൂടുന്നത് കേട്ടോ. അല്ലെങ്കിൽ അവൻ ഉറങ്ങിയിട്ടുണ്ടാവും കേട്ടോ എല്ലാ കൊല്ലം. ഇത്തവണ എൻ്റെ കൂട്ടത്തിൽ കണി ഒരുക്കാൻ വേണ്ടിയിട്ട് അവൻ കൂടിയേക്കുവാണേ. അച്ഛനും അമ്മയൊക്കെ കിടന്ന് ഉറങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് കണിയൊക്കെ ഒരുക്കി വെച്ചിട്ട് കിടന്നുറങ്ങാം. രാവിലെ എണീച്ചിട്ട് തിരിയൊക്കെ കത്തിച്ചാൽ മതിയല്ലോ. അങ്ങനെ കാച്ചിക്കൊണ്ടാണ് കേട്ടോ തിരിയൊക്കെ ഇട്ടുന്നത്. ഫ്രൂട്ട്സൊക്കെ വെച്ച് കൊടുത്തത് അവനാണ് കേട്ടോ. അങ്ങനെ ഞാനും കാച്ചിക്കൊണ്ടും കൂടി കണിയൊക്കെ വെച്ച ശേഷം കിടന്നുറങ്ങി. വെളുപ്പിനെ എണീച്ച് കാച്ചിക്കൊണ്ട കണിയൊക്കെ കാണിച്ച് രാവിലെ എണീച്ച് അമ്പലത്തിലൊക്കെ പോയി തൊഴുതിട്ടോ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി വിഷു.